കോട്ടയം നഗരസഭയുടെ അക്കൗണ്ടുകളിൽ നിന്നും 211 കോടിയിലധികം രൂപ കാണാതായെന്ന ആരോപണമടക്കം വിവിധ വിഷയങ്ങളിൽ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങി ഇടതുപക്ഷം. പണം അക്കൗണ്ടിൽ എത്താത്തതിന് പിന്നിൽ വൻ അഴിമതിയാണെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എംഎൽഎയും UDF ജില്ലാ നേതൃത്വവും ഇതിന് മറുപടി പറയണമെന്നും ഇടതുപക്ഷം ആവശ്യപ്പെട്ടു. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ മുനിസിപ്പൽ ചെയർപേഴ്സണെ ഉപരോധിച്ചു. നഗരസഭയുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ 211 കോടിയിലധികം രൂപയുടെ കുറവുണ്ടായെന്ന ആരോപണം സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് പ്രത്യക്ഷ സമരം ആരംഭിക്കുമെന്ന് ഇടത് നേതാക്കൾ പറഞ്ഞു. നഗരസഭയ്ക്കെതിരെ തുടർച്ചയായി സാമ്പത്തിക ക്രമക്കേട് സംബന്ധമായി ആരോപണം ഉയരുമ്പോൾ നഗരസഭാ ഭരണത്തെ പുറമേ നിന്ന് നിയന്ത്രിക്കുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എംഎൽഎയും UDF ജില്ലാ നേതൃത്വവും ഇതിന് മറുപടി പറയണമെന്നും ഇടതു നേതാക്കൾ ആവശ്യപ്പെട്ടു. UDF ഭരണസമിതിയുടെ അഴിമതിക്ക് BJPയുടെ മൗന പിന്തുണയുണ്ടെന്നും CPM നേതാവ് അഡ്വക്കേറ്റ് K അനിൽകുമാർ ആരോപിച്ചു. UDFും BJPയും ചേർന്ന കൂട്ടുകൃഷിയാണ് കോട്ടയം നഗരസഭയിൽ 211 കോടിയിലേറെ രൂപയുടെ തട്ടിപ്പിന് കളമൊരുക്കിയത്. നഗരസഭയുടെ അക്കൗണ്ടുകളിൽ 211 കോടി രൂപയുടെ കുറവ് കണ്ടെത്തിയതായി ഒരു പരിശോധനാ റിപ്പോർട്ടും ഇല്ലെന്നായിരുന്നു ഭരണപക്ഷം അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം നടന്ന അക്കൗണ്ട്സ് പരിശോധനയുടെ റിപ്പോർട്ടുമായാണ് ഇടത് നേതാക്കൾ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. നഗരസഭയുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന വിവിധ ആരോപണങ്ങൾ മുൻനിർത്തി വരും ദിവസങ്ങളിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഇടതു നേതാക്കൾ വ്യക്തമാക്കി. ഇതിനിടെ നഗരസഭയുടെ കീഴിലുള്ള പൊതുശ്മശാനം പ്രവർത്തന സജ്ജമാക്കണമെന്നും സാമ്പത്തിക ക്രമക്കേടുകൾ സംബന്ധിച്ച് മറുപടി നൽകണമെന്നും ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ നഗരസഭാ ചെയർപേഴ്സണെ ഉപരോധിച്ചു. ഉപരോധം 1 മണിക്കൂറിലധികം സമയം നീണ്ടു. ഒടുവിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് താൽക്കാലിക സംവിധാനം ഉടൻ ഒരുക്കുമെന്ന് ഫണ്ട് കാണാതായെന്ന ആരോപണം സംബന്ധിച്ച് സെക്രട്ടറിയുടെ വിശദീകരണം ലഭിച്ചിട്ടില്ലെന്നും ചെയർപേഴ്സൺ മറുപടി നൽകിയതിനെ തുടർന്നാണ് ഉപരോധ സമരം അവസാനിപ്പിച്ചത്. അമൃത ന്യൂസ്, കോട്ടയം.